ഇപ്പോൾ കേരളത്തിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണല്ലോ ഹൂ കെയേഴ്സ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില മാധ്യമപ്രവർത്തകർ വന്നിട്ട് പറയുന്നു ഹൂ കെയേഴ്സ്, പിന്നെ ചില രാഷ്ട്രീയക്കാർ വന്നിട്ട് പറയുന്നു ഹൂ കെയേഴ്സ്, പിന്നെ അതുമല്ലാതെ ചില നടിമാർ വന്നിട്ട് പറയുന്നു ഹൂ കെയേഴ്സ്. അതിനൊരു ഗോസിപ്പിൻ്റെ ഛായ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് പെട്ടെന്ന് രജിസ്റ്റർ ആവുന്നു. ഇനി ഇതേപോലെ തന്നെ രണ്ട് സിസ്റ്റം നമ്മൾ എടുക്കുകയാണ്. ഒരു സിസ്റ്റത്തിൽ ബിഗ് ബോസ് പ്ലേ ചെയ്യുന്നു, മറ്റു സിസ്റ്റത്തിനകത്ത് നമ്മൾ സോഷ്യൽ മീഡിയയും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് നടത്തുന്നു. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് ആയിരിക്കും. അപ്പം നമുക്കത് കാണാൻ ഭയങ്കര ഒരു രസമാണ്. ഇനി രണ്ട് സിസ്റ്റത്തിനകത്ത് ഒന്നിൽ ഒരു ചാനലിൻ്റെ ചർച്ച നടക്കുകയാണ്, ഒന്നിലൊരു ആധ്യാത്മിക കാര്യം പ്ലേ ചെയ്യാമെന്ന് വെക്കുക. നമ്മൾ ശ്രദ്ധിക്കുക ഈ ചാനൽ ചർച്ച നടക്കുന്നതിനായിരിക്കും. കാരണം അത് എന്താ വെച്ചാൽ ചാനൽ ചർച്ചയാവുമ്പോൾ അതിനകത്ത് കുറേ ആൾക്കാരുണ്ടാവും, കുറേ നിരീക്ഷകരുണ്ടാവും, കുറേ രാഷ്ട്രീയക്കാരുണ്ടാവും. എന്നിട്ട് ഇവരൊക്കെ വന്നിരുന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നേതാവിനെ കൂടുതൽ തെറി വിളിക്കുന്നു, അവരെ ഏതൊക്കെയാണ് അവർക്ക് കൊണ്ടുവരുന്ന പോയിന്റുകൾ, അവർ ആ പോയിന്റിനൊക്കെ എങ്ങനെയൊക്കെയാണ് കവർ ചെയ്യുന്നത്, അതിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത്, ഇതൊക്കെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഇത് തന്നെയാണ് ഈ ലൈവ് സ്ട്രീമിങ്ങിലും സംഭവിക്കുന്നത്. ഒരിടത്ത് തൊപ്പിയുടെ ഒരു ലൈവ് സ്ട്രീമിംഗ് നടക്കുകയാണെന്ന് വെക്കുക, ഒരിടത്ത് ബിഹേവിയറൽ ചേഞ്ചസും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഉള്ള ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക തൊപ്പിയുടെ ആ ലൈവ് സ്ട്രീമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്താകുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും, അവർ ഒരുത്തം വേറൊരുത്തനെ ചീത്ത വിളിക്കുന്നുണ്ടാവും, അവനിവനെ ചീത്ത വിളിക്കുന്നുണ്ട്. നമുക്കത് കാണാനും കേൾക്കാനൊക്കെ ഒരു ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ ഒരു വശത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യം, ഒരു വശത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യം, ഒരു വശത്ത് നല്ല കാര്യങ്ങൾ, ഒരു വശത്ത് മോശപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീവി കൂടുതൽ അട്രാക്റ്റ് ആകുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മനുഷ്യൻ അട്രാക്റ്റ് ആവുന്നത് എന്ന് വെച്ചാൽ മനുഷ്യനൊരു നെഗറ്റീവ് ഓളിയാണോ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ തേർഡ് ലെൻസ് വെച്ച് ചെക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മൈ ചാനൽ നെയിം ഈസ് തേർഡ് ലെൻസ്. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് മനുഷ്യന് പെട്ടെന്ന് പ്രതികരിക്കാനും അല്ലെങ്കിൽ ഈ പെട്ടെന്ന് അതിനെ ഫോക്കസ് ചെയ്യാനും എന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഈ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഏകദേശം ഒരു 3 ലക്ഷം വർഷമൊക്കെ പഴക്കമുള്ള ഒരു ജീവിയാണല്ലോ. അവൻ്റെ പരിണാമത്തിൽ കൂടെ അവന് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് ആ കഴിവ് കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ പണ്ട് കാട്ടിൽ മറ്റു മൃഗങ്ങൾക്കൊപ്പം ജീവിച്ചിരുന്ന ഒരു മൃഗം തന്നെയാണല്ലോ. അപ്പോൾ മറ്റു മൃഗങ്ങളിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ത്രെട്ടോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ളത് ആണ് മനുഷ്യൻ അന്ന് തൊട്ട് ഇന്നേ വരെ ചെയ്തു പോന്നിട്ടുള്ളത്. ഈ പെട്ടെന്ന് പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെട്ട് കൊണ്ട് ചിലപ്പോൾ ആ ഒരു ജീവൻ തന്നെ നഷ്ടമായേക്കാം. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ഒരു കഴിവാണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ബ്രെയിൻ എടുത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഹാർഡ്വെയറിൻ്റെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ നെഗറ്റീവായ കാര്യങ്ങളെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുക, അതിനോട് പെട്ടെന്ന് ബിഹേവ് ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ്. മനുഷ്യൻ 2 തരത്തിലാണ് ഇങ്ങനെയുള്ള ത്രെട്ടുകളോട് പ്രതികരിക്കുന്നത്. ഒന്ന് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രെട്ടിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഓടി എങ്ങനെയെങ്കിലും ആ ഒരു കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പണ്ട് ഈ നെഗറ്റീവായ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ പ്രൊഫൈലിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മനുഷ്യൻ സ്വസ്ഥമായിട്ട് അവൻ്റെ ലോകത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള ജീവികളിൽ നിന്നുള്ള ത്രെട്ട് അവന് വളരെ കുറവാണ്. ഇന്ന് ആ ത്രെട്ടിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഇന്ന് ത്രെട്ട് എങ്ങനെയാണ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ആ ഒരു കണ്ടീഷനിൽ നിന്ന് അയാൾക്ക് മറ്റുള്ള പല ആൾക്കാരിൽ നിന്നും ചിലപ്പോൾ ഒരു ത്രെട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഭാഗത്തു നിന്ന് അയാൾക്ക് ത്രെട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത്
രൂപത്തിലുള്ള ത്രെട്ടുകൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇതൊക്കെ കൊണ്ടാണ് മനുഷ്യൻ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ എടുത്ത് നോക്കുക, അതായത് സോഷ്യൽ മീഡിയ അല്ലാത്ത മീഡിയകൾ എല്ലാം എടുത്ത് നോക്കുമ്പോൾ അവിടെയും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഈ നെഗറ്റീവായ കാര്യങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും വൈറലാവുകയും ഒക്കെ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഈ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും ഈ ഒരു കണ്ടീഷനെ കൂടുതൽ ഭംഗിയായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ വർക്ക് ചെയ്യുന്നത് എത്ര ക്ലിക്കുകൾ കിട്ടി, അല്ലെങ്കിൽ എത്രത്തോളം ക്ലിക്കുകൾ ആ ഒരു കണ്ടന്റ് നേടി, അല്ലെങ്കിൽ എത്രത്തോളം ആ കണ്ടന്റ് എൻഗേജ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ഈ എന്താണ് നല്ലത്, ചീത്ത, അല്ലെങ്കിൽ തെറ്റ്, ശരി, ഇതൊന്നും അവിടെ പ്രശ്നങ്ങളല്ല. എത്ര ക്ലിക്കുകൾ കൂടുതൽ വരുന്നു, അതിനോട് എത്രത്തോളം എൻഗേജ്ഡ് ആയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്ക് തോന്നാം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് പെട്ടെന്ന് അതിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. നമ്മളെ സംബന്ധിച്ച് അതെന്താണെന്ന് വെച്ചാൽ ഒരു സർവൈവൽ ഇൻസ്റ്റിക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് കിട്ടിയ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ്. അത് വേണ്ട രീതിയിൽ ഓരോ മനുഷ്യരും ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അത് ഞങ്ങളോട് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ നിങ്ങൾക്ക് ചാനലിലത്തെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.